കണ്ണഞ്ചുന്ന ജയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത ആവേശത്തിൽ കോൺഗ്രസ് ക്യാമ്പ്. ഫലം വരും മുൻപ് വരെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ അപസ്വരങ്ങൾ വമ്പൻ വിജയത്തിൽ ഇല്ലാതായത് നേതൃത്വത്തിന് ആശ്വാസമായി. ഇതിനിടെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിലെ ഫ്ലക്സ് പോര് തുടരുകയുമാണ്. ലോക്സഭയിലും തദ്ദേശത്തിലും മിന്നും ജയം നേടിയെങ്കിലും ഒന്നിച്ചു നിൽക്കേണ്ടിടത്ത് നേതാക്കൾ ഭിന്നിച്ചത് വോട്ടെടുപ്പ് ദിനം വരെയും കോൺഗ്രസിന് തലവേദനയായി. എന്നാൽ ഫലം വന്ന ശേഷം നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഏകസ്വരം. UDFിൻ്റെ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി UDF പ്രവർത്തകർ മുഴുവനും എല്ലാവരും ഒന്നിച്ചു നിന്നു. അതൊരു കാര്യമാണ്. രണ്ടാമത് ജനം മാറ്റം ആഗ്രഹിച്ചു. ജനം അതനുസരിച്ച് തന്നെ വോട്ട് ചെയ്തു. ജനങ്ങളുടെ വിജയം ജനാധിപത്യത്തിന്റെ വിജയം. തിരിച്ചടിയായിരുന്നെങ്കിൽ നേതൃത്വത്തിനെതിരായി തുറന്നടിക്കാൻ തയ്യാറായി നിന്ന പലരും ചുവട് മാറ്റി. പരാതികളും എതിർപ്പുകളും തൽക്കാലത്തേക്ക് ഉയരില്ല. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് പോരിനെ വിജയത്തിന് ശേഷം അത്ര ഗൗരവമായി നേതൃത്വം കാണുന്നില്ല. കോൺഗ്രസ് കമ്മിറ്റികളുടെ പേരിലടിക്കുന്ന ആരും വെക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അധിക സമയത്തേക്ക് ഒന്നും വേണ്ടിവരില്ല. ഫ്ലെക്സ് ബോർഡ് ഒരാളിലേക്ക് എത്തും. ഇന്നും വ്യാപകമായി നേതാക്കൾക്കായി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ണൂരിൽ KC വേണുഗോപാലിനു വേണ്ടി സ്ഥാപിച്ച ബോർഡിന് സമീപം VD സതീശന്റെ ബോർഡും പ്രത്യക്ഷപ്പെട്ടു. കാസർഗോഡ്, കൊല്ലം, ഡൽഹി കേരള ഹൌസ് എന്നിവിടങ്ങളിൽ KC വേണുഗോപാലിനായി ഫ്ലെക്സുകൾ സ്ഥാപിച്ചു. KC വേണുഗോപാലിന് അഭിവാദ്യമർപ്പിച്ച് കോട്ടയം നഗരത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സിൽ കരി തേച്ചു. VD സതീശനായി മലപ്പുറം തിരൂരങ്ങാടിയിലും എറണാകുളം മൂവാറ്റുപുഴയിലും ഫ്ലെക്സുകൾ സ്ഥാപിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.